നമസ്കാരം. ബ്രൈറ്റ് ഇൻസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ICDS സൂപ്പർവൈസറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് കഴിഞ്ഞ 2 വീഡിയോസായിട്ട് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതുപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കഷന് വേണ്ടി ടോപ്പിക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ICDS സൂപ്പർവൈസറിൻ്റെ സൈക്കോളജി വിഭാഗത്തിൽ നിന്നുള്ള സൈക്കോളജിക്കൽ പ്രോസസ്സ് എന്ന സബ് ടോപ്പിക്കിലെ മെമ്മറി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെമ്മറിയിൽ ഉൾപ്പെടുന്നതാണ് എൻകോഡിങ്, സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ പ്രോസസ്സ്, സെൻസറി, ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം മെമ്മറീസ്, ചങ്കിങ്, വർക്കിംഗ് ആൻഡ് മെമ്മറി, സെമാൻറ്റിക് ആൻഡ് എപ്പിസോഡിക് മെമ്മറി, എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി, ഫോർഗെറ്റിംഗ്. ഇത്രയും ഭാഗമാണ് മെമ്മറിയിൽ ഉൾപ്പെടുന്നത്. അപ്പം ഈ ഒരു ഭാഗം മുഴുവനായും ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്കപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പ്രൊസീജിയർ മെമ്മറി ഈസ് അതർവൈസ് നോൺ ആസ് എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി ആൻഡ് സെമാൻറ്റിക് മെമ്മറി. പ്രൊസീജിയർ മെമ്മറിയെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: എക്സ്പ്ലിസിറ്റ്, ഇംപ്ലിസിറ്റ്, എപ്പിസോഡിക്, സെമാൻറ്റിക്. ഈ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ആയി നമുക്ക് ഈ 4 മെമ്മറീസും എന്താണ് എന്നൊന്ന് നോക്കാം. ഈ 4 മെമ്മറീസും എന്താണ്, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. In psychology, memory is an organism mental ability to store, retain and recall information. അല്ലേ, സൈക്കോളജിയിലെ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഓർഗാനിസം മെൻ്റൽ എബിലിറ്റിയാണ്. അല്ലേ, എന്തിനുള്ളത്? ടു സ്റ്റോർ, റിറ്റെയിൻ ആൻഡ് റീകോൾ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനും റിറ്റെയിൻ ചെയ്യാനും റീകോൾ ചെയ്യാനുമുള്ള ഒരു എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി ഈസ് എ റിട്ടൻഷൻ ഓഫ് ആൻഡ് എബിലിറ്റി ഓഫ് റീകോൾ ഇൻഫർമേഷൻ, പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് പ്രൊസീജിയർ സ്കിൽസ് ആൻഡ് ഹാബിറ്റ്സ്. ഇനി മെമ്മറി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബ്രെയിൻ ഏരിയാസ് ഏതൊക്കെയാണ്? ദ ഹിപ്പോക്യാമ്പസ്, എ പ്രിമിറ്റീവ് സ്ട്രക്ചർ ഡീപ്പ് ഇൻ ദ ബ്രെയിൻ, പ്ലേസ് ദ സിംഗിൾ ലാർജസ്റ്റ് റോൾ ഇൻ പ്രോസസ്സിംഗ് ഇൻഫർമേഷൻ ആസ് മെമ്മറി. അല്ലേ, ഇതൊരു പ്രിമിറ്റീവ് സ്ട്രക്ചറാണ്, ബ്രെയിൻ്റെ ഒരു പ്രിമിറ്റീവ് സ്ട്രക്ചറാണ്. ഈ ഡീപ്പ് ഇൻ ബ്രെയിൻ പ്ലേസ് ദ സിംഗിൾ ലാർജസ്റ്റ് റോൾ ഇൻ പ്രോസസ്സിംഗ് ഇൻഫർമേഷൻ ആസ് മെമ്മറി. Second one, the amygdala, an almond-shaped area near the hippocampus, process emotions and helps imprint memories that involve emotion. ഇതൊരു ആൽമണ്ട് ഷേപ്ഡ് ഏരിയയാണ്. അല്ലേ, അത് എന്തിനടുത്തായിട്ട് തന്നെയാണ്? ഹിപ്പോക്യാമ്പസിനടുത്തായിട്ടുള്ള ആൽമണ്ട് ഷേപ്ഡ് ഏരിയയാണ് അമേഗഡല എന്ന് പറയുന്നത്. പ്രോസസ് ഇമോഷൻസ് ഒക്കെ പ്രോസസ്സ് ചെയ്യുക ആൻഡ് ഹെൽപ്പ് ഇംപ്രിൻറ്റ് മെമ്മറീസ് ദാറ്റ് ഇൻവോൾവ് ഇമോഷൻസ് ആണ് കൂടുതലുമായി ഈ അമേഗഡലയുമായി ബന്ധപ്പെട്ടത് ഇമോഷൻസ് ആണ്. തേർഡ് വൺ, ദ സെറിബ്രൽ കോർട്ടെക്സ്, ദ ഔട്ടർ ലെയർ ഓഫ് ദ ബ്രെയിൻ store most long-term memory in different zone depending on what kind of processing information involves language, sensory input, problem solving and so forth. സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ബ്രെയിൻ്റെ ഔട്ടർ ലെയർ ആണ്. സ്റ്റോർ മോസ്റ്റ് ലോങ് ടേം മെമ്മറി. അല്ലേ, ഇത് കൂടുതലും സ്റ്റോർ ചെയ്യുന്നത് ലോങ് ടേം മെമ്മറീസ് ആണ്. ഇൻ ഡിഫറെൻറ്റ് സ്റ്റോൺ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് പ്രോസസ്സിംഗ് ഇൻഫർമേഷൻ. എന്തെല്ലാം ഇൻഫർമേഷൻസ് ഈ ഒരു ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും? ലാംഗ്വേജ്, സെൻസറി ഇൻപുട്ട്, പ്രോബ്ലം സോൾവിങ്, അങ്ങനെ പലതും നമുക്ക് ഈ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇൻ അഡീഷൻ ടു മെമ്മറി ഇൻവോൾവ്സ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ ബ്രെയിൻസ് നെറ്റ്വർക്ക് ടു ന്യൂറോൺസ്, എ മില്യൺ ഓഫ് സെൽസ് ആക്ടിവേറ്റഡ് ബൈ ബ്രെയിൻ കെമിക്കൽസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ മെമ്മറിയിൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഒരു ബ്രെയിൻ നെറ്റ്വർക്കാണ്. അല്ലേ, കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കുന്ന ഒരു ബ്രെയിൻ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെയാണ്. അത് ന്യൂറോൺസിൻ്റെ മില്യൺ ഓഫ് ന്യൂറോൺസ് ആക്ടിവേറ്റ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിപ്പേരുള്ള ബ്രെയിൻ കെമിക്കൽസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന മെമ്മറിയിലുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അല്ലേ, മെമ്മറി ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും നിറഞ്ഞതാണ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് മെമ്മറി എന്താണെന്ന് നോക്കാം. മെമ്മറി എത്ര തരത്തിലുണ്ട്? ഷോർട്ട് ടേം മെമ്മറി ഓർ വർക്കിംഗ് മെമ്മറി, ലോങ് ടേം മെമ്മറി. ഈ ലോങ് ടേം മെമ്മറിയെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: എക്സ്പ്ലിസിറ്റ് ആൻഡ്
ഇംപ്ലിസിറ്റ് മെമ്മറി. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡും ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറീസുമാണ്. ഇനി എക്സ്പ്ലിസിറ്റ് മെമ്മറിയെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, എപ്പിസോഡിക് മെമ്മറി ആൻഡ് സെമാറ്റിക് മെമ്മറി. എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണൽ ഈവൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഈ എപ്പിസോഡിക് മെമ്മറിയിൽ ഉൾപ്പെടുന്നത്. സെമാറ്റിക് മെമ്മറി ആകുമ്പോഴോ ജനറൽ നോളജ് അബൌട്ട് ദ വേൾഡ്, ജനറൽ നോളജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സെമാറ്റിക് മെമ്മറിയിൽ ഉൾപ്പെടുന്നത്. ഈ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ അൺകോൺഷ്യസ് ആയിട്ടുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇംപ്ലിസിറ്റ് മെമ്മറിയെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൈമിങ്ങും ആൻഡ് പ്രൊസീജിയറൽ മെമ്മറി എന്ന്. ഇനി എന്താണ് ഷോർട്ട് ടേം മെമ്മറി നമുക്ക് നോക്കാം. ഷോർട്ട് ടേം മെമ്മറി ക്ലോസ്ലി റിലേറ്റഡ് ടു വർക്കിംഗ് മെമ്മറി അല്ലേ. വർക്കിംഗ് മെമ്മറി എന്നും എന്തിനെ അറിയപ്പെടാറുണ്ട്, ഷോർട്ട് ടേം മെമ്മറിയെ അറിയപ്പെടാറുണ്ട്. ഇറ്റ് ഈസ് വെരി ഷോർട്ട് ടൈം ദാറ്റ് യു കീപ് സംതിങ് ഇൻ മൈൻഡ് ബിഫോർ എയ്തർ ഡിസ്മിസിങ് ഇറ്റ് ഓർ ട്രാൻസ്ഫറിങ് ഇൻ ടു ലോങ് ടേം മെമ്മറി. വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ എന്ത് ഇൻഫർമേഷൻസ് ആയാലും ഷോർട്ട് ടേം മെമ്മറിയിൽ നിൽക്കുള്ളൂ. അത് പിന്നീട് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ലോങ് ടേം മെമ്മറിയിലേക്ക് ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്തുള്ളൂ. നമ്മൾ പുറകെ പറയാം. ഷോർട്ട് ടേം മെമ്മറി ഈസ് ഷോർട്ടർ ദാൻ യു മൈറ്റ് തിങ്ക്, ലാസ്റ്റിംഗ് ലെസ് ദാൻ എ മിനിറ്റ് അല്ലേ. ഒരു മിനിറ്റൊക്കെയാണ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുള്ളൂ. What allow you to remember the first half of the sentence we hear or read long enough to make a sentence to end of the sentence. But in order to store that a sentence or thought, fact, idea, word, impression, sight or whatever else for long than a minute also it has to transfer long term memory. എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയാലും കുറച്ച് സമയത്തിന് ശേഷം അല്ലേ, ഒരു മിനിറ്റ് ഒക്കെയാണ് ഷോർട്ട് ടേം മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിനുശേഷം അത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകും, ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ആകും. ഇനി ലോങ് ടേം മെമ്മറി എന്താണെന്ന് നോക്കാം. Long term memory is anything you remember that happened more than a few minutes ago. Long term memory are not all equal strength. Stronger memories enable you recall an event, for example, that Paris is the capital of France. Weaker memories often come to mind only through the prominenting or reminding. ഇനി ലോങ് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഷോർട്ട് ടേം മെമ്മറി പറഞ്ഞു. ഷോർട്ട് ടേം മെമ്മറിയിൽ ഒരു മിനിറ്റൊക്കെയാണ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അത് പിന്നീട് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറുമെന്നും പറഞ്ഞു അല്ലേ, ട്രാൻസ്ഫർ ചെയ്യുമെന്നും പറഞ്ഞു. അങ്ങനെ വരുന്ന ഇൻഫർമേഷൻസ് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ് എവിടെ സ്റ്റോർ ചെയ്യുന്നത്, ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനിയും സെൻസറി മെമ്മറി. It is ability to retain information of sensory information after the original stimulus has ceased. It refers to item detected by the sensory receptors which are retained temporarily in the sensory register and when have large capacity for unprocessed information but are only able to hold accurate image of sensory information momentarily. The two types of sensory memory that have been most explored are iconic memory and enconic memory. ഈ സെൻസറി മെമ്മറിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഐക്കോണിക് മെമ്മറി എന്നും എക്കോണിക് മെമ്മറി എന്നും. The type of sensory memories നോക്കാം. Iconic memory is fast decaying store of visual through eyes information, a type of sensory memory that briefly store an image which has been perceived for a small duration അല്ലേ. വളരെ സ്മാൾ ഡ്യൂറേഷനിൽ എത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ്, സ്റ്റോർ ഓഫ് വിഷ്വൽ ഇൻഫർമേഷൻസ് അല്ലേ, നമ്മൾ കണ്ണിലൂടെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന അല്ലേ. എക്കോണിക് മെമ്മറിയിൽ അത് ഫാസ്റ്റായിട്ട് ഡീക്കേ ചെയ്യും. എങ്ങനെയുള്ളതാ, നമ്മൾ കാണുന്ന ഇൻഫർമേഷൻസ്, കണ്ട് മനസ്സിലാക്കുന്ന ഇൻഫർമേഷൻസ് ആണ് ഐക്കോണിക് മെമ്മറിയിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഇക്കോണിക് മെമ്മറി എന്താണെന്ന് നോക്കാം. ഇസ് ഫാസ്റ്റിംഗ് ഡീക്കിംഗ് സ്റ്റോർ ഓഫ് ഓഡിറ്ററി ഇൻഫർമേഷൻ ത്രൂ ഇയേഴ്സ് അല്ലേ. ഓഡിറ്ററി ഇൻഫർമേഷൻസ് ആണ് എവിടെ, ഇക്കോണിക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അനദർ ടൈപ്പ് ഓഫ് സെൻസറി മെമ്മറി ദാറ്റ് ബ്രീഫ്ലി സ്റ്റോർ ഫോർ സൗണ്ട്സ് ദാറ്റ് ഹാവ് ബീൻ റിസീവ്ഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ അല്ലേ. സൗണ്ട്സിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ് ഇക്കോണിക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. Haptic memory is a type of sensory memory that represent a database for touch stimuli. ഇനി ഹാപ്റ്റിക് മെമ്മറി എന്ന് പറയുന്ന മറ്റൊരു പോർഷൻ കൂടിയുണ്ട്. ഈ ഹാപ്റ്റിക് മെമ്മറി എന്ന് പറയുന്നത് എങ്ങനെയുള്ള മെമ്മറിയാണ്, ഇതൊരു സെൻസറി മെമ്മറിയാണ് അല്ലേ. എങ്ങനെ, ഡേറ്റാബേസ് ഫോർ ടച്ച് സ്റ്റിമുലൈ, അത് ടച്ചിലൂടെ കിട്ടുന്ന എന്ത് ഇൻഫർമേഷൻസ്, ടച്ച് സ്റ്റിമുലൈസിലൂടെ കിട്ടുന്ന എന്ത് ഇൻഫർമേഷൻസും ഹാപ്റ്റിക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാറുണ്ട്. ടൈപ്സ് ഓഫ് ലോങ് ടേം മെമ്മറി. Long-term memory can be categorized into declarative and procedural memory.
അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: ഡിക്ലറേറ്റീവ് ആൻഡ് പ്രൊസീജിയറൽ മെമ്മറി. എന്താണ് ഡിക്ലറേറ്റീവ് മെമ്മറി? ഡിക്ലറേറ്റീവ് മെമ്മറി ഓർ എക്സ്പ്ലിസിറ്റ് മെമ്മറി, അല്ലേ? എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. മെമ്മറീസ് ഫോർ സ്പെസിഫിക് ഇൻഫർമേഷൻ, ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. പ്രൊസീജിയറൽ മെമ്മറി ഓർ ഇംപ്ലിസിറ്റ് മെമ്മറി. പ്രൊസീജിയറൽ മെമ്മറിയെ മറ്റൊരു പേരിലും അറിയപ്പെടും. അതെന്താണ്? ഇംപ്ലിസിറ്റ് മെമ്മറി. മെമ്മറീസ് ഓഫ് ഹൗ ടു പെർഫോം ടാസ്ക്, ഫോർ എക്സാമ്പിൾ റീഡിങ്, റൈഡിങ് എ ബൈസൈക്കിൾ, ഡയലിങ് എ ഫ്രണ്ട്സ് ഫോൺ നമ്പർ, അല്ലേ? അതൊക്കെയാണ് മെമ്മറീസ് ഓഫ് ഹൗ ടു പെർഫോം ടാസ്ക്. ഇപ്പം റീഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഫ്രണ്ടിൻ്റെ ഫോൺ നമ്പർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രൊസീജിയർ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഡിക്ലറേറ്റീവ് മെമ്മറി ഫർദർ ഡിവൈഡഡ് ഇൻറ്റു സെമാറ്റിക് മെമ്മറി ആൻഡ് എപ്പിസോഡിക് മെമ്മറി. ഡിക്ലറേറ്റീവ് മെമ്മറി ഓർ എക്സ്പ്ലിസിറ്റ് മെമ്മറി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ മെമ്മറിയെ വീണ്ടും, ഡിക്ലറേറ്റീവ് മെമ്മറിയെ വീണ്ടും നമുക്ക് സെമാറ്റിക് എന്നും എപ്പിസോഡിക് എന്നും പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എപ്പിസോഡിക് മെമ്മറി എന്താണ്? മെമ്മറി റിലേറ്റഡ് ടു അവർ പേഴ്സണൽ അഫയേഴ്സ് ലൈക്ക് നെയിം, അവർ ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് അതർ പേഴ്സണൽ ഡേറ്റ ഓഫ് ബർത്ത് എക്സെട്ര, അല്ലേ? വളരെ റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ അഫയേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ നമ്മളുമായി വളരെ അടുത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പിസോഡിക് മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് സെമാൻറ്റിക് മെമ്മറി. ഇറ്റ് കംപ്രൈസ് ഓഫ് അവർ നോളജ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ വേൾഡ്, അല്ലേ? നമ്മളിവിടെ വരുമ്പോഴാണ് ജനറൽ നോളജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സെമാൻറ്റിക് മെമ്മറിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2 × 2 = 4, അതുപോലെ നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് ജിയോയിഡ് ആണ് എന്നൊക്കെ നമ്മൾ ജനറലായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏതൊരു സമയത്തും റിക്കോൾ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ സെമാൻറ്റിക് മെമ്മറിയിൽ നിന്നാണ്. ഇനി മെമ്മറിയുടെ നേച്ചർ എന്താണെന്ന് നോക്കാം. നേച്ചർ ഓഫ് മെമ്മറി. ദ ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെമ്മറി. മെമ്മറിയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്: മെമ്മറി ഇൻവോൾവ്സ് ഇൻപുട്ട്, റിട്ടൻഷൻ ഓഫ് ദ മെമ്മറി, ട്രേസ് ഓഫ് ദ ഒറിജിനൽ എക്സ്പീരിയൻസ്. സെക്കൻഡ് വൺ, സ്റ്റോറേജ്. ഇറ്റ് ഈസ് എയ്തർ ടെമ്പററി ഓർ പെർമനൻറ്റ്. പെർമനൻ്റ് ആയിട്ട് ടെമ്പററി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാം. തേർഡ് വൺ, ഔട്ട്പുട്ട്. ദ റിവൈവൽ, ബ്രിങ്ങിങ് ബാക്ക് ഓഫ് സ്റ്റോർഡ് മെമ്മറി ട്രേസ്. ഇനി പ്രോസസ് ഓഫ് മെമ്മറി. Memory is a complex process which involves learning, retention, recall and recognition. The process of memorization can be organized as follows. എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം പ്രോസസ്സാണ് ഈ മെമ്മറി അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നടക്കുന്നത്? ഫസ്റ്റ് വൺ, എൻകോഡിംഗ് ഓർ രജിസ്ട്രേഷൻ, അല്ലേ? It refers to a process to translate the sensory information into code form that can be easily stored and reproduced when the need arise. Even byte of information is transformed to engrams, and code for the store on can memorize anything, use any method. നമ്മളിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് അത് പ്രോസസ്സ് ചെയ്ത്, സെൻസറി ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്ത് അതൊരു കോഡ് ഫോമിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അത് എന്താണ്? പിന്നീടൊരു സമയത്ത് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാവണം എന്ത് ചെയ്യുന്നത്? ഇവയൊക്കെ എൻകോഡ് ചെയ്ത് വെക്കുന്നത്. അതെന്ത് മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം, അല്ലേ? ഈ കോഡ് ചെയ്യുന്നതിനായിട്ട് എന്ത് മെത്തേഡ്സും നമുക്ക് ഉപയോഗിക്കാം. അതിനാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് മറന്നുപോകും. ഫോർഗറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുമല്ലോ മെമ്മറിയിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്താണ്? അതിനൊരു ഹെൽപ്പിന് വേണ്ടി നമ്മൾ പറയും എല്ലാ കാര്യങ്ങളും കോഡ് ഉപയോഗിച്ചൊക്കെ എൻകോഡ് ചെയ്തൊക്കെ പഠിക്കണം എന്നൊക്കെ പറയും. ലൈക്ക് പല രീതിയിലും നമുക്കത് മറന്നു പോകാതിരിക്കാനായിട്ട് നമ്മളിത് പഠിച്ചു വെക്കും. കോഡ് രൂപത്തിലൊക്കെ നമ്മളിത് പഠിച്ചു വെക്കാറുണ്ട്. അടുത്തതാണ് സ്റ്റോറേജ് ഓർ റിറ്റൻഷൻ. ഇറ്റ് ഈസ് ദ പവർ ഓഫ് റിറ്റൻഷൻ. ദീസ് ആർ ദ എൻകോഡ് മെസ്സേജ്. സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോഡ് രൂപത്തിലാവണം ഈ സെൻസറി ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. റിട്രൈവൽ ഓർ റീകാൾ. ഇറ്റ് ഈസ് ദ റീപ്രൊഡക്ഷൻ ഓഫ് എൻകോഡ് മെസ്സേജ് ആസ് വെൻ റിക്വയർഡ് യൂസിങ് ദ പ്രോസസ് ഓഫ് റിമെമ്പറിങ്, അല്ലേ? റിട്രൈവ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? റിട്രൈവൽ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക. നമ്മൾ ഈ ഇൻഫോർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് വീണ്ടെടുക്കുന്നു. And last one is recognition. Refers to the recall experience, the conscious level in same form which is individual wanted to recall and had experience earlier. Recall provides the material
in memory, while recognition is a process of accepting or rejecting it. For example, remembering a person's name. അല്ലേ, നമ്മൾ ചില ആളുകളുടെ പേരുകളൊക്കെ ഇങ്ങനെ ചില സമയങ്ങളിൽ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് കുറച്ച് സമയം നമ്മളിങ്ങനെ അത് ശ്രമിക്കുമ്പോൾ ഓർമ്മ വരികയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മെമ്മറി. മെമ്മറിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. The factor influencing memory are divided into extrinsic factors and intrinsic factors. ഫാക്ടേഴ്സ് മെമ്മറിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്നും ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്നും. അതിൽ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഏജ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അല്ലേ, ഒരു വ്യക്തിയുടെ പ്രായം എന്ന് പറയും. നമ്മൾ പറയും പ്രായമാകുമ്പോഴേക്കും മറവി എന്ന് പറയുന്ന ഒരു രോഗം, അല്ലേ, പല കാര്യങ്ങളും മറന്നു പോകുന്നു എന്ന് പറയും. മെമ്മറി സ്പാൻ ഇൻക്രീസ് ബിറ്റ്വീൻ 60 to 20 years ഓഫ് ഏജ്. ഏറ്റവും കൂടുതൽ മെമ്മറി സ്പാൻ ഇൻക്രീസ് ചെയ്യുന്നത് 16 മുതൽ 26 വയസ്സ് വരെയാണ്. യങ്സ്റ്റേഴ്സ് ക്യാൻ റിമെമ്പർ ബെറ്റർ ദാൻ ദ ഏജ്ഡ്. കൂടുതലും സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരാണ് പ്രായമുള്ള ആളുകളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നത്. പിന്നീട് രണ്ടാമത്തെയാണ് മെച്യൂരിറ്റി. തേർഡ് വെൽ ടു ലേൺ, ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ, ഇൻ്റലിജൻസ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. മെഡിക്കൽ കണ്ടീഷൻസ് ഹൈപ്പർ ടെൻഷന്, ഹൈപ്പോതൈറോയിഡിസം, ബ്രെയിൻ ട്യൂമേഴ്സ്, അൽഷിമേഴ്സ് ഡിസീസസ്, അറ്റൻഷൻ ഡെഫിസിറ്റ്, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് എന്ത് കുറവായിരിക്കും, മെമ്മറി വളരെയധികം കുറവായിരിക്കും. അതിലെന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ കാണും. പിന്നീട് ലാസ്റ്റ് വൺ ഇമോഷണൽ ഫാക്ടേഴ്സ്. ആൻസൈറ്റി, ഫിയർ, സ്ട്രെസ്സ്, ഇങ്ങനെയുള്ള ഇമോഷണൽ ഫാക്ടേഴ്സും എന്തിന് കാരണം, അതൊരു ഇൻട്രിൻസിക് ഫാക്ടറാണ്. മെമ്മറിയെ അഫക്റ്റ് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻട്രിൻസിക് ഫാക്ടറാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എക്സ്ട്രിൻസിക് ഫാക്ടർ. എക്സ്ട്രിൻസിക് ഫാക്ടറിനകത്ത് വരുന്നതാണ് മീനിങ് ഫുൾനെസ് ഓഫ് മെറ്റീരിയൽ, എമൗണ്ട് ഓഫ് മെറ്റീരിയൽ, ടൈം റിക്വയർഡ് ടു വോക്കലൈസ് റെസ്പോൺസ്, ഡിസ്ട്രാക്ഷൻ, എഫക്റ്റീവ് ടീച്ചിങ്, ലാക്കിംഗ് ഫോർ എ ടീച്ചർ, challenges from some significant person, attitude of parents, facilities available for learning. അല്ലേ, നമ്മൾ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പഠന സൗകര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കും. അല്ലേ, ആ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത്, ലേണിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്ട്രിൻസിക് ഫാക്ടറാണ്. ഇനി മെമ്മറി റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് ഓഫ് മെമ്മറി ട്രേസ് തിയറി ഉണ്ട്, തിയറി ഓഫ് ജനറൽ മെമ്മറി ഫങ്ഷൻസും ഉണ്ട്. ഇതിനകത്ത് മെമ്മറി ട്രേസ് തിയറി എന്താണ്? അക്കോർഡിംഗ് ടു ദിസ് തിയറി, എവറിത്തിങ് വിച്ച് വി എൻകൗണ്ടർ ഓർ എക്സ്പീരിയൻസ് ഇസ് റെക്കോർഡഡ് ഇൻ ദ ഫോം ഓഫ് മെമ്മറി ട്രേസ്. നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മുടെ മെമ്മറിയിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. തിയറി ഓഫ് ജനറൽ മെമ്മറി ഫങ്ഷൻസ്. ദിസ് തിയറി ഈസ് എ സിമ്പിൾ തിയറി എഗ്രീഡ് ഓൺ ബൈ മോസ്റ്റ് സൈക്കോളജിസ്റ്റ്. These distinct processes of memory have been identified. These are an encoding process, storage process and retrieval process. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എൻകോഡ് ചെയ്യുന്നു, പിന്നീട് അത് സ്റ്റോറേജ് ചെയ്യുന്നു, പിന്നീട് ആവശ്യമുള്ള സമയത്ത് റിട്രൈവ് ചെയ്യുന്നു. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി. This theory has developed by റിച്ചാർഡ് ആൻഡേഴ്സൺ ആൻഡ് റിച്ചാർഡ് ഷെഫ്രിൻ. ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി ആരാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. റിച്ചാർഡ് ആൻഡേഴ്സണും റിച്ചാർഡ് ഷിഫറിനുമാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി ഡെവലപ്പ് ചെയ്തത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, മെമ്മറി സ്റ്റാർട്ട്സ് വിത്ത് സെൻസറി ഇൻപുട്ട് ഫ്രം എൻവയോൺമെൻറ്റ്. അല്ലേ, ഇവരുടെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു തിയറി പറയുന്നത് മെമ്മറി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലൂടെയാണ്, എൻവയോൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ടിലൂടെയാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ആവാം, വിഷനിലൂടെ ആവാം, ഹിയറിങ്ങിലൂടെ ആവാം, ടേസ്റ്റിലൂടെ ആവാം, ടച്ചിലൂടെ ആവാം, ഈവൻ സ്മെല്ലിലൂടെ ആയാലും നമുക്ക് എൻവയോൺമെൻറ്റിലൂടെ കിട്ടുന്ന ഇൻപുട്ടാണ്, സെൻസറി ഇൻപുട്ടിലൂടെയാണ് നമ്മൾ മെമ്മറി എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. This input is held for a very brief time, for a few seconds. This information recognized in the sensory register may be passed to short-term memory, 20 to 30 seconds. 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വളരെ ഷോർട്ട് ടേം മെമ്മറീസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. സം ഓഫ് ദ ഇൻഫർമേഷൻ റീച്ച്ഡ് ഷോർട്ട് ടേം മെമ്മറി ഈസ് പ്രോസസ്ഡ് ബൈ ബീങ് റിഹേഴ്സൽ. അല്ലേ, ചില ഷോർട്ട് ടേം മെമ്മറീസിലുള്ള ചില ഇൻഫർമേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നതെന്ന്. റിഹേഴ്സലിലൂടെയാണ് ഷോർട്ട് ടേം മെമ്മറിയിലെ ഇൻഫർമേഷൻസ് എന്തിലേക്ക് പോകുന്നത്, ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. ചില ഇൻഫർമേഷൻസ് ഷോർട്ട് ടേം മെമ്മറിയിൽ കീപ്പ് ചെയ്യാറുണ്ട്, അതും ഈ റിഹേഴ്സലിലൂടെയാണ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിൽ ചില ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യുന്നത്.
Rehearsal information passed along to long-term memory. Information not rehearsal is lost. ഈ റിഹേഴ്സൽ എന്ന് പറയുന്ന റിഹേഴ്സൽ ഇൻഫർമേഷൻസ് അതാണ് ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ റിഹേഴ്സൽ ഇല്ലാത്ത മെമ്മറീസ് എന്ത് ചെയ്യുന്നു? ഈസ് ലോസ്റ്റ്, നഷ്ടമാകുന്നു. ദ ഇൻഫർമേഷൻ ഈസ് ലോങ് ടേം മെമ്മറി വിൽ ബി ഓർഗനൈസ്ഡ് ഇൻ ടു കാറ്റഗറി വെയർ ദേ മേ reside for days, month, years or for lifetime. When the information is needed, it is retrieved from the long term memory. റിഹേഴ്സൽ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് റിഹേഴ്സലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോങ് ടേം മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ പറ്റും. Next one, level of processing theory. The level of processing model focus on the depth of processing involved memory and predicts the deeper information is proceed along memory tract will list. ഇനി നമുക്ക് പ്രോസസ് ഇൻഫർമേഷൻ ഇൻ 3 ways. എന്താണ് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്ന 3 മാർഗ്ഗങ്ങൾ? ഒന്ന് ഷാളോ പ്രോസസ്. ദിസ് ടേക്ക് ടു 2 ഫോം ഓഫ് വെർബൽ പ്രോസസ്സിംഗ്. ഫസ്റ്റ് വൺ ഈ സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് എന്ന് പറയും. When we encode only the physical qualities of something, for example the typeface of word or how to letter look, അല്ലേ, ഒരു ഫിസിക്കൽ അപ്പിയറൻസിലൂടെ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഫിസിക്കൽ ഷേപ്പ് വെച്ച് നമ്മൾ ഓർത്ത് വെക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഫോണിക് പ്രോസസ്സിംഗ് ഈസ് ദ സൗണ്ട് ഓഫ് വേർഡ്സിൻ്റെ സൗണ്ട് ഉപയോഗിച്ച് ആ ഒരു ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. Shallow processing only involves maintenance a rehearsal and leads to fairly short-term retention of information. Deep processing ഉണ്ട്. അതാണ് എന്താണ് സെമാൻറ്റിക് പ്രോസസ്സ് വിച്ച് ഹാപ്പൻ വെൻ വി പ്രോസസ് ദ മീനിങ് ഓഫ് വേർഡ് ആൻഡ് റിലേറ്റഡ് ഇറ്റ് ടു എ സിമിലർ വേർഡ്സ് വിത്ത് എ സിമിലർ മീനിങ്. അതൊരു സെമാൻറ്റിക് പ്രോസസ്സാണ്. അത് എന്താണ്? ഒരു വേർഡിൻ്റെ സിമിലർ മീനിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേർഡ്സൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നതാണ് സെമാൻറ്റിക് പ്രോസസ്സിങ്ങിൽ. Deep processing involves elaboration rehearsal which involves a more meaningful analysis, for example image, thinking, association, etc. for information and lead to better recall. For example, giving words a meaning of linking them with the precious knowledge, the idea that the way of information is encoded affect how we it remembered, the deeper the level of processing in that. അപ്പോൾ ഇതിനകത്ത് സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ ലുക്ക് ലൈക്സ് അല്ലേ, ഒരു കാര്യം കണ്ട് നമ്മൾ മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. ഫോണറ്റിക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, സൗണ്ടിലൂടെ മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. സെമാൻറ്റിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ്ങിലൂടെ നമ്മൾ സൂക്ഷിക്കുന്നു. ഇപ്പോൾ ഇത് ഫോണറ്റിക് സൗണ്ടിലേക്കാണെന്ന് അല്ലെങ്കിൽ ഫോണറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുമ്പോൾ അത് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻഫർമേഷൻസ് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇനി മെത്തേഡ്സ് ഓഫ് മെമ്മറൈസിങ്, ഏതെല്ലാം രീതിയിൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാം, കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, റെസിറ്റേഷൻ മെത്തേഡ്. ദ ലേണർ റീഡ്സ് എ കണ്ടന്റ് ഓൺ sorties when they try to recite and recall. It helps in self-appraisal and self-evaluation, and it is learner can write down in the points that he is unable to recall. Recitation method അല്ലേ, 1, 2 അതിലധികമോ തവണ ഒരു കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നു? ലേണർ റീഡ് ചെയ്യുന്നു അല്ലേ. നമ്മളിങ്ങനെ വായിച്ച് ഉരുവിട്ട് പഠിക്കുക എന്ന് പറയത്തില്ലേ, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, വോൾ ആൻഡ് പാർട്ട് മെത്തേഡ്. വോൾ ആൻഡ് പാർട്ട് മെത്തേഡ് എന്ന് വെച്ചാൽ വലിയൊരു കണ്ടന്റാണ് നമ്മൾ പഠിക്കേണ്ടതെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്ത് പാർട്ടാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചു വെക്കാൻ പറ്റും. അങ്ങനെ പാർട്ടാക്കി പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് മറന്നു പോവില്ല. അത് മെമ്മറൈസിങ്ങിനുള്ള ഒരു പ്രോസസ്സാണത്. പിന്നീട് സ്പേസ്ഡ് ആൻഡ് അൺസ്പേസ്ഡ് മെത്തേഡ്. ഇറ്റ് ഫോളോസ് ദ പ്രിൻസിപ്പിൾ വർക്ക് ആൻഡ് റെസ്റ്റ്. ആഫ്റ്റർ മെമ്മറൈസിങ് സംതിങ് ഇസ് എ പീരീഡ് ഓഫ് ടൈം സം റെസ്റ്റ് പ്രൊവൈഡ് ആൻഡ് കണ്ടിന്യൂസ് മെമ്മറൈസേഷൻ അഗെയിൻ. നമ്മൾ കുറച്ച് സമയം വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക, അതിനുശേഷം ഒരു ബ്രേക്ക് എടുക്കുക, വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞാൽ ബ്രേക്കിന് ശേഷം വീണ്ടും വന്നിരുന്നത് പഠിക്കുക. അപ്പോൾ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഓർഡർ ആക്കി വെക്കുന്നതിന് മെമ്മറിക്കൊരു അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനൊരു സമയം കിട്ടും. അതാണ് സ്പേസ്ഡ് ആൻഡ് അൺസ്പേസ്ഡ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരികയാണ്. ഫോർഗെറ്റിംഗ് ഈസ് ദ ലോസ് പെർമനൻറ്റ് ഓർ ടെമ്പററി. ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അത് നഷ്ടമാകുകയാണ്. അത് പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ആവാം. ഫോർ ദ എബിലിറ്റി ടു റീകാൾ ഓർ റെക്കഗ്നൈസ് സംതിങ് ലേൺഡ് ഇയർലിയർ. നമ്മൾ പഠിച്ചു വെക്കുന്ന കാര്യം പിന്നീട് ഭാവിയിലേക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് അത് എന്ത് ചെയ്യുന്നു? നമ്മളിൽ നിന്ന് ലോസ് ആകും. ഇത് മൂണിൻ്റെ അഭിപ്രായമാണ് കേട്ടോ. Forgetting is the failure to individual to
റിവൈവൽ ടു ദ കോൺഷ്യസ് ആൻ ഐഡിയ ഓർ ഗ്രൂപ്പ് ഓഫ് ഐഡിയ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഒറിജിനൽ സ്റ്റിമുലസ്. അത് ഭാട്ടിയുടെ അഭിപ്രായമാണ്. ഇനി ടൈപ്പ് ഓഫ് ഫോർഗെറ്റിംഗ് എത്ര തരത്തിലുണ്ട്? നാച്ചുറൽ ഫോർഗെറ്റിംഗ് ഒക്കേഴ്സ് വിത്ത് ദ ലാപ്സ് ഓർ ടൈം ഇൻ ക്വൈറ്റ് നോർമൽ വേ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ. ഒരു ഇൻറ്റൻഷനും ഇല്ലാതെ എന്ത് ചെയ്യുന്നു? നോർമലായിട്ട് നമ്മളിൽ നിന്നും ഇൻഫർമേഷൻസ് ലോസ് ആവുന്നു. മോർബിഡ് ഫോർഗെറ്റിംഗ് ഡെലിബറേറ്റ് ട്രൈ ടു ഫോർഗെറ്റ് സംതിങ്. ദിസ് മേ ബി റിസൾട്ട് ഫോർ റിപ്രഷൻ. ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം മറക്കാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിപ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജനറൽ ഫോർഗെറ്റിംഗ് ടോട്ടൽ ലോസ് ഓഫ് റീകോളിംഗ് സം പ്രീവിയസ് ലേണിംഗ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും ടോട്ടലായിട്ട് നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? റീകാൾ ചെയ്യാൻ പറ്റാതെ ലോസായി പോകുന്നു. ആൻഡ് സ്പെസിഫിക് ഫോർഗെറ്റ്സ് ഓൺലി വൺ ഓർ ദ അതർ സ്പെസിഫിക് പാർട്ട് ഓഫ് ഹിസ് ഇയർലിയർ ലേണിംഗ്. അല്ലേ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യമുള്ള ഭാഗങ്ങൾ, നമ്മൾ നേരത്തെ പഠിച്ച വളരെ ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മറന്നു പോകുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അംനേഷ്യ. ദിസ് ടൈപ്പ് ഓഫ് ഫോർഗെറ്റ്ഫുൾനെസ് മേ ബി എയ്തർ ഫിസിക്കൽ, അല്ലെ, ഫിസിക്കലായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ, അത് ഏജ് കൊണ്ടാകാം, ഡിസീസ് കൊണ്ടാകാം, ആക്സിഡൻറ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ മൂലമാകാം. എങ്ങനെയായാലും നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ചില പ്രോബ്ലംസും ഉണ്ട്. ഓർ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, സ്ട്രെസ്സ്, ആൻസൈറ്റി, ഏപ്പതി ആൻഡ് കോൺഫ്ലിക്ട്സ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെയുള്ള പ്രോബ്ലംസും ഉണ്ട്. ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഉണ്ട്. നമുക്ക് എന്തുണ്ടാകാം? ഫോർഗെറ്റ്ഫുൾനെസ് ഉണ്ടാവാം. Theories of forgetting: the memory trace decay theory, the interference theory, the repression or motivated forgetting theory. അതിനകത്ത് the memory trace decay theory എന്ന് പറയുന്നത്, trace decay theory starts that forgetting occurs as a result of automatic decay of or fading of memory trace. ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന അത് ഫെയ്ഡായി പോകും, നമ്മളിൽ നിന്നും പല ഇൻഫർമേഷൻസും ലോസായി പോകും. Trace decay theory focus on time and the limited duration of short-term memory. This theory suggests short-term memory can only hold information for between 50 to 30 seconds, 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ, unless it is rehearsed. എന്തിൻ്റെ അഭാവത്തിൽ? റിഹേഴ്സലിൻ്റെ അഭാവത്തിൽ അത് ഷോർട്ട് ടേം മെമ്മറിയിലായി പോകാം. ആഫ്റ്റർ ദിസ് ടൈം ദ ഇൻഫർമേഷൻ ട്രേസ് ഡീക്കേ ആൻഡ് ഫെയ്ഡ്സ് അവേ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, റിഹേഴ്സലിൻ്റെ അഭാവത്തിൽ എന്തുണ്ടാകാം? മറവി എന്ന് പറയുന്ന കാര്യം ഉണ്ടാകാം. ഇറ്റ് ഈസ് വൈഡ്ലി ബിലീവ്ഡ് ദാറ്റ് ന്യൂറോൺസ് ഡൈ ഓഫ് ഗ്രാജുവലി ആസ് വി ഏജ്. Yet some older memories can be stronger than most recent memories. This decay theory mostly affect the short-term memory system. Decay theory കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ടേം മെമ്മറി സിസ്റ്റത്തിനെയാണ്. Long-term memory is often more resistant to shock or physical attacks on the brain. Next one, the interference theory. We forget something because what we have learned previously interferes with the remembering of what we learned afterward. നമ്മളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പ്രോ ആക്റ്റീവ് ഇൻഫർമേഷനും റിട്രോ ആക്റ്റീവ് ഇൻഫർമേഷനും. പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് വെച്ചാൽ എന്താ? ഒക്കേഴ്സ് വെൻ എ പേഴ്സൺ കനോട്ട് ലേൺ എ ന്യൂ ടാസ്ക് ബിക്കോസ് ആൻ ഓൾഡ് ടാസ്ക് ദാറ്റ് ഹാഡ് ബീൻ ലേൺഡ്. What we already know interferes with what we are currently learning, where old memories disrupt new memories. അപ്പോൾ നമ്മളൊരു പുതിയ കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ പുതിയ കാര്യം പഠിക്കാൻ എന്ത് സമ്മതിക്കത്തില്ല? പഴയ നമ്മുടെ നോളജ് സമ്മതിക്കത്തില്ല. അതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഴയ കാര്യങ്ങൾ മുന്നേ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഒരു കാര്യം പഠിക്കുമ്പോൾ ആ പഴയ കാര്യം അതിൻ്റെ ഇടയ്ക്കേക്ക് കയറി വരും. അതാണ് ഇതെന്ന് പറയുന്നത് പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഇനി റിട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ട്. occurs when a person forget previously learned task due to learned of new task. In other words, later learning interferes with the earlier learning where new memories disrupt old memories. പുതിയവ പഴയവയെ ഓർക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നു. The repression or motivated forgetting theory. It is suggested by Sigmund Freud. Repression motivated forgetting theory എന്ന് പറയുന്നത് ആരാണ് സജസ്റ്റ് ചെയ്തത്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. Repression is a mental function
ദാറ്റ് സേഫ് ഗാർഡ്സ് ദ മൈൻഡ് ഫ്രം ദ ഇമ്പാക്റ്റ് ഓഫ് പെയിൻഫുൾ എക്സ്പീരിയൻസ്. അല്ലേ, മൈൻഡ് നമ്മൾ ഓർത്തെടുക്കാൻ ഇഷ്ടപ്പെടാത്തതും പെയിൻഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതാണ്. അവ നമ്മൾ എന്ത് ചെയ്യും, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് സപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ബൈ റിസൾട്ട് വി പുഷ് ദ അൺപ്ലസൻറ്റ് ആൻഡ് പെയിൻഫുൾ മെമ്മറീസ് ഇൻ ടു ദ അൺകോൺഷ്യസ് ആൻഡ് ദസ് try to avoid consciously the conflict that other is. This is well motivated and intentional. This is because we like to see the world around as quite pleasant and reasonable. For example, we forget the death of the ഡിയറസ്റ്റ് ഓൺ ഓർ റിലേറ്റീവ് ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വളരെ അടുത്തുള്ള വളരെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ മരണം, അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെയുള്ളവരുടെ മരണം നമ്മൾ എപ്പോഴും ഓർത്തിരുന്ന് കരയാൻ ഇഷ്ടപ്പെടുന്നവരല്ല അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ഓർക്കാൻ ഇഷ്ടമല്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ അങ്ങനെയുള്ള പെയിൻഫുൾ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ എങ്ങോട്ടേക്കാണ് അടിച്ചമർത്തുന്നത്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്കാണെന്നാണ് ആര് പറയുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ അത് എന്താണ്, ഒരു റിപ്രഷനാണ്, അല്ലെന്നുണ്ടെങ്കിൽ അത് മോട്ടിവേറ്റഡ് ഫോർഗറ്റിംഗ് ആണ് അല്ലേ. നമ്മളത് മറക്കാൻ സ്വയം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത്രയാണ് മെമ്മറി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ഭാഗത്തു നിന്നും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മൾ എഴുതാൻ തയ്യാറാകുക. എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള നോട്ടുകളും എഴുതി വെച്ച് തന്നെ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുന്നേ നമ്മൾ ആൻസറിലേക്ക് ഒന്നുകൂടി പോകുന്നു. പ്രൊസീജിയറൽ മെമ്മറി ഈസ് അതർവൈസ് നോൺ ആസ്. പ്രൊസീജിയറൽ മെമ്മറിയെ നമ്മൾ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതെന്താണെന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. പ്രൊസീജിയറൽ മെമ്മറി ഈസ് അതർവൈസ് നോൺ ആസ് എന്താണ്, ഇംപ്ലിസിറ്റ് മെമ്മറി, മെമ്മറി ഓഫ് ഹൗ ടു പെർഫോം ടാസ്ക്. എക്സാമ്പിൾ റീഡിങ്, റൈഡിങ് എ ബൈസൈക്കിൾ, ഡയലിങ് എ ഫ്രണ്ട്സ് ഓർ ഫോൺ നമ്പർ. അതാണ് പ്രൊസീജിയർ മെമ്മറി അല്ലേ. പ്രൊസീജിയർ മെമ്മറി മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതെന്താണ്, പ്രൊസീജിയർ മെമ്മറി ഈസ് അതർവൈസ് നോൺ ആസ് ഇംപ്ലിസിറ്റ് മെമ്മറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.